എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ ഹോമിയോപ്പതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊരു സ്യൂഡോ സയൻസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും, അതായത് ഹോമിയോപ്പതി അറിയാത്തവർ പലരും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു അവയർനെസ് എന്നുള്ളൊരു രീതിക്ക് ഞാൻ ചെയ്യുന്നതാണ്. പലരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ പലരും നമ്മളോട് ചോദിച്ചേക്കുന്ന കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കുള്ള മറുപടികൾ എന്നുള്ള രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ഇത്ര പോപ്പുലർ ആവുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം. കാരണം അത് എഫക്റ്റീവാണ് എന്നുള്ളതാണ്. അത് മറ്റുള്ള സിസ്റ്റത്തിനെക്കാട്ടി ചീപ്പറാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്, അതുപോലെ തന്നെ റിലയബിളാണ്. ഓക്കെ, അതുപോലെ തന്നെ അത് പെയിൻലെസ്സാണ്, സ്വീറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ ഹോമിയോപ്പതി ആക്കുന്നത്. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജുകൾ. അപ്പം ഏതൊരു മെഡിക്കൽ സിസ്റ്റത്തിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ ഡിസഡ്വാൻറ്റേജുകൾ കാണും. ഓക്കെ, അപ്പോൾ ആ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻ, എക്സാമ്പിൾ ഒരു ഫ്രാക്ചർ ആയിട്ട് പോലുള്ളൊരു സിറ്റുവേഷന് നമുക്കതിനെ വെച്ച് തുന്നിക്കെട്ടാൻ വേറെ മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് കൺവെൻഷണൽ സിസ്റ്റം ഓഫ് മെഡിസിനിൽ സാധാരണ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് വേണ്ടി ഒരു ചെറിയൊരു മെഡിസിൻ കൊടുക്കുന്നു, സബ്സൈഡ് ആകുന്നു, പിന്നെയും അത് റിക്കറൻ്റായിട്ട് വരുന്നതുള്ളതാണ്. പക്ഷേ ഹോമിയോപ്പതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നല്ല. നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിലൂടെ ശരീരം തന്നെ അതൊരു ഇഷ്യൂ ആണ് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ ഇഷ്യൂ മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഹയർ ഡോസ് ഓഫ് മെഡിസിൻ എന്നുള്ള രീതിക്കല്ല നമ്മൾ ഇതിനകത്ത് മെഡിസിൻസ് കൊടുക്കുന്നത്. പക്ഷേ ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് അനുസരിച്ച്, അവരവരുടേതായ ക്യാരക്ടറിനനുസരിച്ച്, സിംറ്റംസിനനുസരിച്ച്, ഡിസീസിനനുസരിച്ച് വെരിഫൈ ചെയ്ത് അവരവരുടേതായിട്ടുള്ള മെഡിസിൻസ് സെപ്പറേറ്റ് ആയിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും വേണ്ടിയുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ സെലക്ട് ആവുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ പല ഡോസ് പൊട്ടൻസി കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിനകത്ത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സാക്റ്റായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില മെഡിസിൻസിന് വളരെ കുറച്ച് കഴിച്ചാൽ മതിയാവും. ചില ഇഷ്യൂസിന് ചില ആൾക്കാർക്ക് വർഷങ്ങളോളം പക്ഷേ കഴിച്ചെങ്കിൽ വന്നേക്കാം. അപ്പോൾ അക്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിനകത്തൊരു സൊല്യൂഷൻ കിട്ടുന്നതാണ്. ഈവൻ ലോങ് ടേം ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കും അതിനകത്ത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചൊക്കെ ക്ഷമ വേണം. ഇത് നമ്മൾ മെഡിസിൻ കഴിച്ചു ആ സെക്കൻഡിൽ തന്നെ നമുക്ക് മാറണം എന്ന് എല്ലാ കേസിലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഒത്തിരി നാളുകൊണ്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. ബട്ട് നമുക്ക് ദ എൻഡ് റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇഷ്യൂസിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറൊരു കാര്യം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക വെച്ച് കഴിഞ്ഞാൽ BHMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചുലർ ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ആൻഡ് സർജറി നോക്കുവാണ്. അപ്പോൾ സർജിക്കൽ ഇഷ്യൂസിനെ നമുക്ക് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യാൻ അത് ഏത് സ്റ്റേജിൽ നമുക്ക് ഏത് മെഡിസിൻസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ നമുക്ക് അതിനെ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സർജിക്കൽ ആ ഒരു കാര്യങ്ങളും നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ വരുന്ന മെയിനായിട്ടുള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹോമിയോപ്പതിക് മെഡിസിൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട്, ഇത് മെഡിസിൻസ് വർക്ക് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രൂവിങ് എന്നുള്ള രീതിക്ക് ചെയ്യാറുണ്ട്. നമ്മൾ കോളേജിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ പെർട്ടിക്കുലറായിട്ട് സെലക്ട് ചെയ്ത് പൊട്ടൻസി സെലക്ട് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ, അത് ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് നമ്മളിപ്പോൾ മെറ്റീരിയൽ പഠിക്കലൊക്കെ എൻ്റെ കൃത്യമായിട്ടുള്ള സിംറ്റംസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു പുസ്തകമാണ്, ഒത്തിരി പുസ്തകങ്ങളുണ്ട്. നമ്മൾ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ഈ പോയിക്ക് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. അപ്പോൾ ഇതിനകത്ത് പല സിംറ്റംസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ക്യാമ്പരിസ് എന്ന് പറയുന്ന ഒരു മെഡിസിനെ കുറിച്ച് നമ്മൾ നോക്കുന്നതെങ്കിൽ, അപ്പോൾ ആ ഒരു മെഡിസിൻസ് പറയുന്ന സിംറ്റംസൊക്കെ ഓവർ പീരീഡ് ഓഫ് ടൈം അതിൻ്റെ നല്ല ഭാഗമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രൂവിങ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചേഞ്ച് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഹോമിയോപ്പതിയുടെ മെയിനായിട്ടുള്ള വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് തന്നെ നമ്മുടെ ഇഷ്യൂസിനെ റെക്കഗ്നൈസ് ചെയ്ത് അത് ക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡോസുകളിൽ നമ്മുടെ ശരീരത്തിനകത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുക, അത് ശരീരം മനസ്സിലാക്കിയിട്ട് ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിനകത്ത് ഇഷ്യൂ കോസ് ചെയ്യാൻ ആ ഒരു കപ്പാസിറ്റി ഉള്ളത്, അതിൻ്റെ തന്നെ വളരെ വൈൽഡായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡോസുകളിൽ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ അകത്തൊരു ഇംപ്രിൻ്റ് കിട്ടുകയും അത് മനസ്സിലാക്കുകയും
അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മുടെ ശരീരത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ അസുഖം ക്യൂർ ആവുകയും ആണ് ചെയ്യുന്നത്. പിന്നെയും ഇതിനകത്ത് സ്കോപ്പ് ഓഫ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഒരിക്കലും തീരുന്നില്ല. ഇനിയും റിസർച്ചുകൾ ഫൈൻഡിങ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും വലിയൊരു ഭാവി നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിനെ കാത്തിരിക്കുന്നുണ്ട്. അത്രയും സ്വീറ്റായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ബട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം വെച്ച് നമ്മുടെ അസുഖത്തിനെ ക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി അപ്രോച്ച് എന്ന് പറയുക വേറൊന്നുമില്ല. ഞാനും ലുക്കിംഗ് ഫോർവേഡ്, ഞാനും ഇനി ഫ്യൂച്ചറിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, അതായത് പേഷ്യൻറ്റിന് വേണ്ടി ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ കൂടെ ആക്കി കടന്നു പോകാൻ പറ്റുക. അതായത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അവരവർക്ക് ചേരുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസിലൂടെ അവർക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അവർക്ക് ഏറ്റവും ഗുണകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഈ ഹോമിയോപ്പതിയുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് അറിയില്ല. പലതും ബൈ വേർഡാണ് ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ എങ്ങും നമ്മൾ കണ്ടിട്ടില്ല. ഹോമിയോപ്പതിയുടെ മെയിനായിട്ടുള്ള പ്രചാരം തന്നെ ബൈ വേർഡ് ആണ്. കാരണം അതിലൂടെ അവർക്ക് കിട്ടുന്ന റിസൾട്ട്, ആ റിസൾട്ടിലൂടെയാണ് ഹോമിയോപ്പതിയും വളരുന്നത്. ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവരിലേക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എത്താനായിട്ട് ഷെയർ ചെയ്യുക. സോ അവർക്ക് നല്ലൊരു ശുഭം തരുന്നു. നമസ്കാരം. താങ്ക് യു.